പേളിക്കും ശ്രീനീഷിനും കൂടി കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നതാണ് പുതിയ വാർത്ത. സ്വിറ്റ്സർലാൻഡിൽ അവരത് വെളിപ്പെടുത്താൻ പോകുന്നു. പേളിയുടെ ചോദ്യവും ആരാധകരുടെ മറുപടിയും. കുടുംബത്തിനൊപ്പം അവധി ആഘോഷിക്കാൻ പോയതാണ് രണ്ടുപേരും സ്വിറ്റ്സർലാൻഡിൽ. ബിഗ് ബോസ് മുതൽക്കാണ് പേളിയും ശ്രീനീഷും പ്രണയം തുടങ്ങിയത്. പ്രണയത്തെ എല്ലാം സോഷ്യൽ മീഡിയ വഴി ചർച്ച ചെയ്യാൻ തുടങ്ങിയതാണ്. ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത ആ 100 ദിവസം പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന കാലത്ത് കൂട്ടായതാണ് രണ്ടാളും. പിന്നീട് അത് പ്രണയം, വിവാഹമായി മാറുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളായി. എന്നാൽ ആ ബന്ധം ഒരു സ്ട്രാറ്റജിയുടെയും പുറത്തായിരുന്നില്ല. പരസ്പരം താങ്ങായും തണലായും തോളോട് തോൾ ചേർന്ന് ഇപ്പോൾ റിലേഷൻഷിപ്പ് വലുതായിരിക്കുന്നു. അതിന്ന് വളർന്നു വലുതായി 2 കുടുംബങ്ങളുടെ ഒത്തുചേരൽ കൂടി ആയിരിക്കുന്നു. 2 പേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷത്തോളമായി. 2 പേരും പുതിയൊരു സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് അറിയിച്ചിരുന്നു. എല്ലാ കുടുംബത്തിലെ എന്ന പോലെ പേളിയും ശ്രീനീഷും വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തിൽ നിന്നും എതിർപ്പുകളുണ്ടായി. എന്നാൽ ആ എതിർപ്പുകളെ എല്ലാം സന്തോഷപൂർവ്വം സ്നേഹവുമാക്കി ഇരുവരും മാറ്റിയെടുത്തു. 2 കുടുംബങ്ങളെയും വേദനിപ്പിക്കാതെ സമ്മതത്തോടു കൂടി വിവാഹം നടന്നു. ഇപ്പോഴിതാ 2 മക്കളും കുടുംബവും ആണ്. ഇരുവരുടെയും വിവാഹ ആഘോഷം സ്വിറ്റ്സർലാൻഡിലായിരുന്നു. ഏറെ നാളത്തെ സ്വപ്നം സഫലീകരിച്ച സന്തോഷത്തിലാണ് ശ്രീനിയും പേളിയും. ഇരുവർക്കും ഒപ്പം പേളിയുടെ അച്ഛനും അമ്മയും ശ്രീനിയുടെ അമ്മയുമാണ് ഉള്ളത്. ഇതിനൊരു സന്തോഷമുണ്ട് എന്ന് പങ്കുവെച്ചുകൊണ്ടാണ് പേളി എത്തിയിരിക്കുന്നത്. നാളെ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് വ്ലോഗിൽ വൈകാരികവും അപ്രതീക്ഷിതവും മനോഹരമായി എന്തോ ഒന്ന് സംഭവിക്കുന്നു. എന്താണ് എന്ന് ഊഹിക്കാമോ എന്നായിരുന്നു പേളിയുടെ ചോദ്യം. ഒരുപാട് ഉത്തരങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം പേളി വീണ്ടും ഗർഭിണിയാണ് എന്ന കമൻ്റായിരുന്നു. ഈ കമൻറ്റിനും പേളി ലൈക്ക് ചെയ്തു എന്നതുള്ളതാണ് രസകരമായ വസ്തുത. സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ശ്രീനിക്കും പേളിക്കും 3ാമത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. പേളി ഗർഭിണിയാണ്. അവർ അത് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാണ് ഒരു ആരാധിക കമൻ്റിട്ടത്. അതോടെ ഈ കമൻറ്റിന് നേരെ ലൈക്കും കമൻറ്റുകളുമാണ് ലഭിച്ചിട്ടുള്ളത്. പേളിയും ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്.